പുണ്യാത്മാക്കളെ, മനുഷ്യജന്മം പരസേവനത്തിനാവണം എന്നതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കുന്നു. പ്രപഞ്ചത്തിൽ 84 ലക്ഷം ജീവിവർഗങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രമതം. അതിൽ മനുഷ്യ സൃഷ്ടി അവസാനത്തേതാകുന്നു. മുതിർന്നവരുടെ പ്രവൃത്തി കണ്ടു വേണം താഴെയുള്ളവർ അനുകരിക്കേണ്ടത്. എന്നാൽ നമ്മുടെ മൂത്തവർക്കാർക്കും വിവേകം അഥവാ കാര്യകാരണങ്ങളെ തിരിച്ചറിയാനുള്ള അറിവ് ഇല്ലതാനും. വിവേകം മനുഷ്യന് മാത്രമേ ഈശ്വരൻ തന്നിട്ടുള്ളൂ. മനുഷ്യനെപ്പോലെ മറ്റ് പ്രാണികൾക്കൊന്നും രുചിയോ മണമോ മാനമോ നാണമോ സുഖ ദുഃഖങ്ങളോ മിത്രശത്രുത്വമോ ഭാവി ഭൂതം വർത്തമാനമോ ഭക്തിയോ വിശ്വാസമോ പാപപുണ്യമോ ജപമോ സംസ്കാരമോ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ നമസ്കാരമോ പൂജയോ ഇന്നോ നാളെയോ വിദ്യ അഭ്യസിക്കണമെന്നോ എന്നൊന്നും അറിയില്ല. വിജ്ഞാനം ഇല്ലാത്തതിനാൽ അജ്ഞാനത്തിൽ അവരെല്ലാം ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. എന്നാലും അവരുടെ ജീവിതം പരോപകാരം മാത്രമാണ്. അതിനെ ഒന്ന് നാം ചിന്തിച്ചു നോക്കാം. ഒരു പശുവിനെ ചിന്തിക്കാം. കുട്ടിയെ പ്രസവിക്കുന്നു, അകിടിൽ പാലുണ്ടാകുന്നു, തൻ്റെ കുട്ടിക്ക് പാൽ കൊടുക്കുന്നു, ബാക്കി പാൽ മനുഷ്യൻ കറന്നെടുക്കുന്നു. എന്നാൽ ആ പശു തൻ്റെ കുട്ടിക്കുള്ളതാണെന്ന് ഒന്നും പറയുന്നില്ല. എനിക്ക് പച്ച പുല്ലോ പിണ്ണാക്ക് വെള്ളമോ തന്നില്ലല്ലോ, ആരാൻ്റെ വീട്ടിലെ പഴകി നാറി പുളിച്ച വെള്ളമാണ് എനിക്ക് തന്നതെന്നോ പല പ്രാവശ്യം എന്നെ ദ്രോഹം ചെയ്തവനാണെന്നോ ആയതിനാൽ നിനക്ക് ഞാൻ പാൽ തരില്ലെന്നോ ഒന്നും പശു പറയുന്നില്ല. തെങ്ങിനെ ഒന്ന് ചിന്തിക്കുക. വളമോ വെള്ളമോ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് അതിൻ്റേതായ കർമ്മങ്ങളെ ചെയ്യുന്നു. പൂക്കുന്നു, കായ്ക്കുന്നു. എൻ്റെ തെങ്ങാണെന്ന് മനുഷ്യനല്ലാതെ വേറെ ഒരു പ്രാണിയും പറയില്ല. അതിലെ അനുഭവങ്ങൾ കുരങ്ങനോ മനുഷ്യനോ മറ്റ് പ്രാണികളോ ആര് ഉപയോഗിച്ചാലും തെങ്ങൊന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, ഭാവിയിലേക്ക് കരുതി വെക്കുകയുമില്ല. അതിലെ വസ്തുക്കൾ കുരുത്തോല അലങ്കരിക്കാനും ഔഷധമായും, ഇളനീര് ദാഹത്തിനും പൂജയ്ക്കും ഔഷധത്തിനും, തേങ്ങ പാചകത്തിനും പൂജയ്ക്കും, എണ്ണ പാചകത്തിനും ഔഷധം, തേച്ചു കുളിക്കാൻ, വിളക്ക് കത്തിക്കാൻ, ഈർക്കലി ചൂലായും, ഓല പുരമേയാനും കത്തിക്കാനും, പൂക്കുല പറവെക്കാനും ഔഷധത്തിനും, തടി കഴുക്കോലായും ഫർണിച്ചറായും ഉപയോഗിക്കുന്നു. അതിൽ ഒരു വസ്തുവും പാഴാകുന്നില്ല. എല്ലാം പരോപകാരമായാണ് കൊടുക്കുന്നത്. പാടത്ത് മനുഷ്യൻ നെൽകൃഷി ചെയ്യുന്നു. അവൻ്റെ ലാഭത്തിന് അഥവാ നല്ല വിളവ് കിട്ടാനായി വളവും വെള്ളവും കൊടുക്കുന്നു. കതിരായി കഴിഞ്ഞാൽ പക്ഷികൾ പലതും ഭക്ഷിക്കുന്നു. മാനവരുടെ വിശപ്പടക്കാൻ പ്രധാന ധാന്യമാകുന്നു. വളവും വെള്ളവും തന്നവൻ്റെയാണ് ഞാൻ എന്നോ മറ്റാരും ഭക്ഷിക്കരുതെന്നോ തൻ്റെ ഭാവിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഓരോ പ്രാണികളെയും ചിന്തിച്ചാൽ അവരുടെ
പരസേവ അറിയാൻ സാധിക്കും. മനുഷ്യനെ നോക്കാം. മറ്റുള്ളവരിടമുള്ളതിനെ തനിക്കായി അപഹരിക്കുന്നു. ഭാവിക്കും മക്കളുടെയും മക്കളുടെ മക്കളുടെ ഭാവിക്കുമായി സൂക്ഷിക്കുന്നു. വിവേകമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. എന്ത് ഫലൻ? എല്ലാറ്റിനെയും ഭരിക്കാനും അനുഭവിപ്പാനുമുള്ള തിരിച്ചറിവുണ്ട്. തൻ്റെ സമ്പാദനത്തിനു വേണ്ടി മറ്റുള്ളവർ ഭക്ഷിക്കുന്ന ധാന്യങ്ങളിൽ മാരകമായ വിഷാംശത്തെ ചേർക്കുന്നു. ഉൽപ്പന്നങ്ങളിൽ പെട്ടെന്ന് കോടീശ്വരനാകാനായി അമിതമായ വിലയിടുന്നു. അത് കൂടുതലായി വിറ്റഴിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർക്ക് കമ്മീഷൻ കൊടുക്കുന്നു. ഇന്ന് നാം വാങ്ങുന്ന സകല സാധനങ്ങളും കൊള്ള വിലയുള്ളതാണ്. ഭരണാധികാരികളാണ് അത് നിയന്ത്രിക്കേണ്ടത്. പക്ഷേ അവർക്ക് പാർട്ടിക്ക് ഫണ്ട് കിട്ടണം, ഖജനാവിൽ നികുതി വരണം. അത് മതി. സാധാരണ ആളുകളാണ് ഈ കൊടും പാവങ്ങളെ ചുമക്കുന്നത്. ചിലർ കൊള്ള ചെയ്ത് നേടുന്ന പാപം കളയാനായി അറിയപ്പെടുന്ന സ്ഥലങ്ങൾക്ക് ദാനം കൊടുക്കും. അത് നികുതി വെട്ടിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഇങ്ങനെ എല്ലാവരെയും കൊള്ളയടിച്ച് നേടിയ കോടികൾ കൊണ്ട് തനിക്ക് എന്ത് പ്രയോജനം? 30 മുതൽ 60 വയസ്സ് വരെ ഒരു പക്ഷെ അടിച്ചു പൊളിച്ച് ജീവിച്ചേക്കാം. അത് കഴിഞ്ഞാലോ? ചെയ്ത പാവങ്ങളെല്ലാം ആദിയും വ്യാധിയായും നരകവേദനയായി വരും. മുമ്പ് ഇങ്ങനെ നേടിയവരാരും ഒന്നും കൊണ്ട് പോയിട്ടില്ലെന്ന് തനിക്കും അറിയാം. പിന്തുടർച്ചക്കാർ തൻ്റെ സമ്പാദ്യത്തെ പങ്കിടാം. തൻ്റെ പാപമോ വേദനയോ ആരും വാങ്ങില്ല. വിവേകത്തോട് കിട്ടിയ നല്ലൊരു ജന്മം. നാട്ടിലെ അനവധി സേവ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്. വിവേകമില്ലാത്ത നമ്മുടെ മുന്നോർ കാണിച്ചു തന്ന സേവനം പിന്തുടർന്നാൽ പരലോകത്തെങ്കിലും നല്ല ജീവിതം ഉണ്ടാകും. നമ്മുടെ നാട്ടുംപുറങ്ങളിൽ അവിടെ ഇവിടെയായി കുറച്ച് നല്ല മനുഷ്യരുണ്ട്. പലരും പേര് കിട്ടാനും 4 പേര് അറിയാനും വേണ്ടി പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ ചിലർ തൻ്റെ ധർമ്മമാണെന്ന് കരുതി ആരും അറിയാതെ സഹായം ചെയ്യുന്നവരുമുണ്ട്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ അവർ പറയുന്ന വാക്കിനെ കടമെടുക്കുകയാണ്. വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും പറ്റിച്ചെടുത്തതും കെട്ടിപ്പടുത്തതും ഒന്നും ആർക്കും കൊണ്ടുപോവാൻ ആവില്ലെന്ന സത്യത്തെ ജീവിതത്തിൽ ചിന്തിക്കുക. ഈ വീഡിയോ പലർക്കും ഷെയർ ചെയ്യുക. ചിന്തിക്കുന്നവർക്ക് ഉണ്ടായേക്കാം നല്ല ബുദ്ധി. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹരി ഓം.